വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ZEITGEISTിൻ്റെ റൈറ്റിംഗ്സ് ഓൺ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന പേപ്പറിൻ്റെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികളിൽ വ്യത്യസ്തമായ വളരെ സസ്റ്റൈനബിളായ കൾച്ചറും സൊസൈറ്റിയെക്കുറിച്ചുള്ള ബോധവും ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചുള്ള ബോധവും സൃഷ്ടിക്കുക എന്നതാണ് യൂണിവേഴ്സിറ്റി ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിൽ കുറേ എസ്സൈസുകളാണ്, അതുപോലെ തന്നെ ചില ചെറിയ സ്റ്റോറീസുകൾ, ചെറിയ പോയംസുകൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പേൾ എസ് ബക്ക് എഴുതിയിട്ടുള്ള ഷുഡ് ദ അസാസിൻ ഓഫ് ഗാന്ധി ബി കിൽഡ് എന്ന അധ്യായത്തെക്കുറിച്ചാണ്. ഗാന്ധി മരിച്ചു എന്നറിഞ്ഞപ്പോൾ പേൾസ് ബക്ക് ഒരു ലേഖനം എഴുതി. യഥാർത്ഥത്തിൽ പേൾസ് ബക്ക് ഗാന്ധിയെ കണ്ടിട്ടില്ല. പേൾസ് ബക്ക് അതിനെപ്പറ്റി പറഞ്ഞത്, ഞാൻ ഇന്ത്യ സന്ദർശിച്ചപ്പോഴൊക്കെയും ഗാന്ധിജി ജയിൽ സന്ദർശിക്കുകയായിരുന്നു എന്നാണ്. അതുകൊണ്ട് എനിക്ക് ഗാന്ധിജിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഏതായിരുന്നാലും when she knew about the assassination of Gandhi, she wanted to write an essay about Gandhi. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പേൾസ് ബക്ക് ഉയർത്തുന്നത്. ഷുഡ് ദ അസാസിൻ ഓഫ് ഗാന്ധി ബി കിൽഡ്? ഗാന്ധിയുടെ കൊലയാളി കൊല്ലപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അത് നെഗറ്റീവ് മീനിങ്ങിലല്ല, ഇറ്റ് ഈസ് ഇൻ ദ പോസിറ്റീവ് മീനിങ്. അങ്ങനെ ഒരാളെ കൊന്നു എന്ന് കരുതിയിട്ട് അയാളെ കൊലപാതകം ചെയ്താൽ, അയാൾ വധശിക്ഷ വധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വല്ല കാര്യവും ഉണ്ടാകുമോ എന്നാണ് പേൾസ് ബക്ക് ചോദിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് റൈറ്റ് ദ എസ്സേ ഓഫ് പേൾസ് ബക്ക്. Gandhi is dead. His ashes are scattered in the waters and over the earth of India. The indomitable frame, the fearless spirit, the long years, the high purpose, all were ended so easily. It is over in one instant. The shot of a gun and only silence is left. Silence, a handful of ashes. Gandhi is dead. Gandhi passed away. Gandhi marichupoyi. His ashes are scattered in the waters. His ashes means the remaining part of what he did. The funeral part, അല്ലേ? മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ചാരം, അദ്ദേഹത്തെ കത്തിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചാരം, are scattered in the waters. അത് ജലത്തിൽ വിതറപ്പെട്ടിരിക്കുന്നു. And over the earth of India, ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭൂമിയുടെ എല്ലായിടത്തും അത് സ്കാറ്റർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. The indomitable frame, a fearless spirit, the long years. The indomitable frame. Indomitable frame എന്ന് പറഞ്ഞാൽ ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയാതിരുന്ന ഒരു ഫ്രെയിം. ദാറ്റ് ഈസ് ഗാന്ധിജി, അല്ലേ? ഇംപോസിബിൾ ടു ഡിഫീറ്റ് എന്നാണ് ഇൻഡോമിറ്റബിൾ ഫ്രെയിം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. ഒരാൾക്കും പരിചയപ്പെടുത്താൻ കഴിയാത്ത ഒരു രൂപം, അതായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നത്. ഇൻഡോമിറ്റബിൾ ഫ്രെയിം, ഈ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. പേൾസ് ബക്ക് ഗാന്ധിജിയെ കമന്റ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു വാക്കാണ് ഇൻഡോമിറ്റബിൾ ഫ്രെയിം. ദ ഫിയർലെസ് സ്പിരിറ്റ്, പേടിയില്ലാത്ത ഒരു മനുഷ്യൻ, ആത്മാവ്. ദ ലോങ് ഇയേഴ്സ്, ഒരുപാട് കൊല്ലങ്ങളായിട്ട്. ദ ഹൈ പർപ്പസ്, വളരെ വലിയ ലക്ഷ്യങ്ങളുള്ള ഒരാൾ. ഓൾ വേർ എൻഡഡ് സോ ഈസിലി, എല്ലാം വളരെ പെട്ടെന്ന് അവസാനിച്ചിരിക്കുന്നു. എല്ലാം ഇവിടെ വളരെ പെട്ടെന്ന് അവസാനിച്ചിരിക്കുന്നു. It was over in one instant. It was over in one moment. Instant means moment. It was over in one instant. That means it was over in one moment. എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് അവസാനിച്ചിരിക്കുന്നു. The shot of a gun and only silence is left. ബാക്കിയുള്ളത് എന്ത് മാത്രമാണ്? The shot of a gun, ഒരു തോക്കിൻ്റെ ഷോട്ടും, and only silence is left. നിശബ്ദതയും മാത്രമാണ് ബാക്കിയുള്ളത്. സൈലൻസ്, നിശബ്ദത, ആൻഡ് ഹാൻഡ് ഫുൾ ഓഫ് ആഷസ്. നിശബ്ദതയുമുണ്ട്, ആൻഡ് ഹാൻഡ് ഫുൾ ഓഫ് ആഷസ്, ഒരു പിടി ചാരവുമുണ്ട്. അതല്ലാതെ മറ്റൊന്നും ബാക്കിയായിട്ടില്ല. നിശബ്ദതയും ഒരു പിടി ചാരവും മാത്രമാണ് ബാക്കിയായത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ്. നമ്മൾ ആ ലൈന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ ലൈൻ നമ്മൾ ശരിക്ക് നോട്ട് ചെയ്യേണ്ട ലൈനാണ്.
the shot of a gun, and only silence is left. Silence and handful of ashes. ഇത് മാത്രമേ ബാക്കിയായുള്ളൂ. It is no wonder that the ignorant, the stupid, the inventors of atom bombs, the generals, the captains, the surgeons, the little soldiers are the lovers of violence. It is no wonder. There is nothing to think about it. It's no wonder എന്ന് പറഞ്ഞാൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്ഭുതപ്പെടേണ്ടതില്ല. That the ignorant, that means ignorance, വിവരമില്ലാത്ത ആളുകൾ. The stupid, മാത്രമല്ല വിഡ്ഢികൾ. The inventors of atom bombs, ഈ ആറ്റം ബോംബുകളൊക്കെ കണ്ടുപിടിക്കുന്ന ആൾക്കാർ. The generals, പട്ടാളത്തിലെ ജനറൽമാർ. The captains, ക്യാപ്റ്റന്മാർ. The surgeons, പട്ടാളത്തിലെ തന്നെ മറ്റൊരു വിഭാഗം സർജന്മാർ. The little soldiers, ചെറിയ ചെറിയ പട്ടാളക്കാർ. ഇവരൊക്കെ are the lovers of violence. ഇവർക്കൊക്കെ വയലൻസിനോട് പ്രത്യേക സ്നേഹമാണ്. ഇവരൊക്കെ എപ്പോഴും ആളുകൾ ആക്രമിക്കാൻ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകളാണ്. All that they fear, all that they hate, all who rebel against them can be so easily ended. All that they fear, all means എല്ലാവരും. All that they fear, അവർ പേടിക്കുന്ന എല്ലാവരും. അവരാരെയാണോ പേടിക്കുന്നത് അവരെ. All that they hate, അവരാരെയാണോ വെറുക്കുന്നത് അവരെ. All that they hate, all who rebel against them, അവർക്കെതിരെ സമരം നടത്തുന്നത് ആരാണോ അവരെ. All who rebel against them can be so easily ended. അതൊക്കെ വളരെ സിമ്പിളായിട്ട് അവരെയൊക്കെ പരാജയപ്പെടുത്തും, അവസാനിപ്പിക്കും. ഗാന്ധിജി അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഗാന്ധിജിയെ അവർ അവസാനിപ്പിച്ചിരിക്കുന്നു. The movement of a finger upon a trigger, upon a button, a flash, a blast, and all remain are silence and ashes. The movement of a finger upon a trigger, നമ്മൾ ഈ കാഞ്ചിയിലുള്ള ആ വിരലിൻ്റെ ഒരു ചലനം. The movement of a finger upon a trigger, ആ ട്രിഗറിൻ്റെ പുറത്തുള്ള കാഞ്ചിയുടെ പുറത്തുള്ള ആ ഒരു ചലനം. upon a button, അല്ലെങ്കിൽ ബട്ടൺ അമർത്തിയാൽ ചരിയും, അതിൻ്റെ ഒരു ചലനം. upon a button, അല്ലെങ്കിൽ എ ഫ്ലാഷ്, ഒരു മിന്നലിൻ്റെ, നമ്മൾ വെടിവെക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലാഷ്. എ ബ്ലാസ്റ്റ്, അല്ലെങ്കിൽ ഒരു ബ്ലാസ്റ്റ്. On all that remain are silence and ashes. ഇവകളെല്ലാം ബാക്കി വെക്കുന്നത് നിശബ്ദതയും ചാരവും മാത്രമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നിശബ്ദതയും അവൻ്റെ ചാരവും മാത്രമാണ് ഇവിടെ ബാക്കിയാകുന്നത്. Today a million can be killed as easily as 1,000, 1,000 as easily as one. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വരിയാണ്. Today a million can be killed. ഇന്ന് 1,000,000 ജനങ്ങളെ വേണമെങ്കിൽ കൊല്ലാൻ പറ്റും. as easily as 1,000. പണ്ടൊക്കെ 1000 പേരെ കൊല്ലുന്നതിന് അത്ര എളുപ്പത്തിൽ ഇന്ന് 1,000,000 ആളുകളെ കൊല്ലാൻ പറ്റും. 1,000 as easily as one. 1000 പേരൊക്കെ എങ്ങനെ കൊല്ലാം? ഒരാളെ കൊല്ലുന്ന പോലെ. പണ്ട് നമ്മൾ ഒരാളെ കൊന്നതുപോലെ ഇന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1000 പേരെ കൊല്ലാം. നോക്കൂ, മില്യൺ ക്യാൻ ബി കിൽഡ്. മില്യനുകൾ കൊല്ലപ്പെടുന്നത് 1000 പേരെ കൊല്ലുന്ന പോലെ നമുക്കൊരു മില്യൺ കണക്കിന് ജനങ്ങളെ കൊല്ലാൻ പറ്റും. 1,000 as easily as one. 1,000 ജനങ്ങളെ നമുക്ക് കൊല്ലാൻ പറ്റുന്നത് ഒരാളെ കൊല്ലുന്നത് പോലെ. അന്ന് നമ്മൾ മനസ്സിൽ വെക്കണം. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഗാന്ധി വാസ് ഓൺലി വൺ. His voice was single, always gentle, always reasoning. It was the voice of conscience in our turbulent life. He was right. He knew he was right. We all knew he was right. The man who killed him, he knew he was right. However long the follies of the violent continue, but they prove that Gandhi was right. Non-violence is the only common sense for human beings. We die so easily. Our bodies are soft and unprotected. The brain, the heart, the soul are perilously lodged. We cannot wait for peace to be made, for arguments to be settled, for the quarrelsomeness of selfish men to subside. Before the settlement comes, life is over. At all cost, Gandhi said, we must refuse to use violence. Gandhi was only one. Gandhi ഒരാൾ മാത്രമാണ്. ഒരാൾ മാത്രമായിരുന്നു. His voice was single. അയാളുടെ വോയിസ് സിംഗിൾ, ഒന്ന് മാത്രമായിരുന്നു. ഓൾവേസ് ജെന്റിൽ, എല്ലായ്പ്പോഴും ജെന്റിലായിരുന്നു. ഓൾവേസ് റൈസണിങ്, എല്ലായ്പ്പോഴും റൈസണിങ് ആയിരുന്നു. യുക്തിപരമായിരുന്നു ഗാന്ധിയുടെ ശബ്ദം. ഗാന്ധിയെപ്പോലെ സമരത്തിലെ ഇങ്ങനെ
അഭിസംബോധന ചെയ്ത വേറൊരാളില്ല. അതാണ് ഗാന്ധിജിയുടെ പ്രത്യേകത. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പോലും ഗാന്ധിജിയെ ഇങ്ങനെ ഒറ്റക്ക് ഒരു അസത്യം, നിരാഹാരം സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു മാർഗത്തിലൂടെ അതിജയിച്ചിട്ടുള്ള ഒരാൾ വേറെ ഇല്ല. ഇറ്റ് വാസ് ദ വോയിസ് ഓഫ് കോൺഷ്യൻസ്. അദ്ദേഹത്തിൻ്റെത് ഒരു മനസ്സാക്ഷിയുടെ ശബ്ദമായിരുന്നു. ഇറ്റ് വാസ് വോയിസ് ഓഫ് കോൺഷ്യൻസ് ഇൻ അവർ ടർബുലന്റ് ലൈഫ്. നമ്മൾ ഈ തിളച്ചു മറിയുന്ന ഈ ജീവിതത്തിൽ ഒരുതരം മനസ്സാക്ഷിയുടെ ശബ്ദമായിരുന്നു ഗാന്ധിജിയുടേത്. ഹി വാസ് റൈറ്റ്. അയാൾ ശരിയായിരുന്നു. ഹി ന്യൂ ഹി വാസ് റൈറ്റ്. അയാൾ ശരിയായിരുന്നുവെന്ന് ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. വി ഓൾ ന്യൂ ഹി വാസ് റൈറ്റ്. അയാൾ ശരിയായിരുന്നുവെന്ന് നമുക്കറിയാമായിരുന്നു. ദ മാൻ ഹു കിൽഡ് ഹിം ന്യൂ ഹി വാസ് റൈറ്റ്. അയാളെ കൊന്ന ആൾക്ക് പോലും അറിയാമായിരുന്നു അയാൾ ശരിയായിരുന്നുവെന്ന്. ദ മാൻ ഹു കിൽഡ് ഹിം ന്യൂ ഹി വാസ് റൈറ്റ്. However long the follies of violence continue. Follies of violence എന്ന് പറഞ്ഞാൽ സമരങ്ങളുടെ, സംഘർഷങ്ങളുടെ ഒരു പരമ്പര എത്ര തന്നെ കണ്ടിന്യൂ ചെയ്താലും ശരി, they അവർ but prove that, അവരൊക്കെ തെളിയിക്കുന്നൊരു കാര്യമുണ്ട്, ഗാന്ധി വാസ് റൈറ്റ്. ഗാന്ധി ശരിയായിരുന്നു എന്ന് അവരൊക്കെ തെളിയിക്കുന്നു. നോൺ വയലൻസ് ഈസ് ദ ഓൺലി കോമൺ സെൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. നോൺ വയലൻസ്, സത്യാഗ്രഹം, നമ്മൾ അക്രമം ഒഴിവാക്കുക എന്നുള്ളത് ഈസ് ഓൺലി കോമൺ സെൻസ് ഫോർ ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ കോമൺ സെൻസ് അതാണ്. എന്താ കാരണം എന്നറിയോ? വി ഡൈ സോ ഈസിലി. നമ്മൾ വളരെ പെട്ടെന്ന് മരിക്കും. അവർ ബോഡീസ് ആർ സോഫ്റ്റ് ആൻഡ് അൺപ്രൊട്ടക്റ്റഡ്. അവർ ബോഡീസ് ആർ സോഫ്റ്റ്. നമ്മളെ ബോഡി വളരെ സോഫ്റ്റ് ആണ് ആൻഡ് അൺപ്രൊട്ടക്റ്റഡ്. അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മളെ ഒരു കെട്ടിടത്തിൻ്റെ മേലെ നിന്ന് താഴത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കൈ ഒടിയും കാലൊടിയും എന്ന് മാത്രമല്ല നമ്മുടെ ശരീരം തന്നെ ബാക്കിയുണ്ടാവുമെന്ന കാര്യം സംശയമാണ്. പക്ഷെ ഒരു നായ പിടിച്ചിട്ട് നമ്മൾ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇട്ടാൽ ഒന്നും സംഭവിക്കാൻ പറ്റില്ല. അവർ ബോഡീസ് ആർ സോഫ്റ്റ്. ദെയർ ബോഡീസ് ആർ നോട്ട് സോഫ്റ്റ്, ദേ ഹാർഡ് ആൻഡ് ദേ ആർ പ്രൊട്ടക്റ്റഡ്. നമ്മൾ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പം നമ്മൾ വളരെ പെട്ടെന്ന് മരിക്കും എന്നാണ് പേൾസ്ബെക്കിൻ്റെ അഭിപ്രായം. അപ്പം നമ്മൾ ആളുകളെ കൊല്ലാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവേകപൂർണമായ ഒരു തീരുമാനം. ദ ബ്രെയിൻ, തലച്ചോറ്, ദ ഹാർട്ട്, ദ സോൾ ആർ പെരിലസ്ലി ലോഡ്ജ്ഡ്. പെരിലസ്ലി എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായ വിധത്തിൽ അതൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. തല കൊണ്ടുപോയിട്ട് ഒരു ചുമരുമ നന്നായിട്ട് ഇടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തലച്ചോറ് പിളർന്നു പോകും, തലച്ചോറ് കലങ്ങിപ്പോവും, പിന്നെ ബുദ്ധി ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. ദ ബ്രെയിൻ, ദ ഹാർട്ട്, ദ സോൾ ആർ പെരിലസ്ലി ലോഡ്ജ്ഡ്. വി കനോട്ട് വെയിറ്റ് ഫോർ പീസ് ടു ബി മെയ്ഡ്. സമാധാനം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് നമുക്കവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. വി കനോട്ട് വെയിറ്റ്, നമുക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. ഫോർ പീസ് ടു ബി മെയ്ഡ്, സമാധാനം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് നമുക്കവിടെ വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. ഫോർ ആർഗ്യുമെന്റ്സ് ടു ബി സെറ്റിൽഡ്, നമ്മളെ തർക്കങ്ങളൊക്കെ തീർക്കാം എന്ന് കരുതിയിട്ട് നമുക്കവിടെ വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. ഫോർ ദ quarrelsomeness ഓഫ് സെൽഫിഷ് മെൻ ടു സബ്സൈഡ്, അല്ലെങ്കിൽ ഈ വഴക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്വാർത്ഥരായ ജനങ്ങളെ നമുക്ക് മാറ്റി നിർത്താം എന്ന് കരുതിയിട്ട് നമുക്കവിടെ വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. അത് നടക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ നമ്മൾ അതിന് മുമ്പ് ചെയ്യണം. ബിഫോർ ദ സെറ്റിൽമെന്റ് കംസ്, ആ ഒരു സെറ്റിൽമെന്റ് വരുന്നതിനേക്കാൾ മുമ്പ് ലൈഫ് ഇസ് ഓവർ, ലൈഫ് വിൽ ബി കംപ്ലീറ്റഡ്. ജീവിതം കഴിഞ്ഞു പോകും. നമ്മൾ വിചാരിക്കും ആ തെറ്റ് നമുക്ക് തിരുത്താം, അല്ലെങ്കിൽ ആ ഒരു ആർഗ്യുമെന്റ് നമുക്ക് അവിടെ സെറ്റിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ തീരും at all costs. എല്ലാ അർത്ഥത്തിലും ഗാന്ധി പറഞ്ഞത് എന്താണ്? വി മസ്റ്റ് റെഫ്യൂസ് ടു യൂസ് വയലൻസ്. നമ്മൾ വയലൻസ് യൂസ് ചെയ്യുന്നതിന് നിർത്തണം എന്നതാണ്. വി മസ്റ്റ് റിജക്ട് ടു യൂസ് വയലൻസ്, റെസിസ്റ്റ് ടു ദ വെരി എൻഡ്. നിങ്ങൾ അതിൻ്റെ അവസാനം വരെ റെസിസ്റ്റ് ചെയ്യൂ, പ്രതിരോധിക്കൂ. ഹി സെഡ്, ബട്ട് വിത്തൗട്ട് വയലൻസ്. റെസിസ്റ്റ് ചെയ്യണം. ആരെങ്കിലും പറഞ്ഞത് കേട്ട് അവരുടെ അടിമകളായിട്ട് ജീവിക്കണം എന്നതല്ല. യു ഷുഡ് റെസിസ്റ്റ് ബട്ട് വിത്തൗട്ട് വയലൻസ്. പക്ഷെ ആ റെസിസ്റ്റ് ചെയ്യുന്നതൊക്കെ എങ്ങനെയായിരിക്കണം? വയലൻസ്. അടുത്ത ഭാഗം നോക്കൂ. To a world confusing violence with power, these words seem too simple to be true. Yet truth is always simple. Men win confusions and entanglements because they are afraid of simple truth. But truth is not changed. It's still simple. It's more fundamental than the atom itself. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റാണ് ഇനി പേൾസ്ബെക്ക് നമ്മളോട് പറയുന്നത്. ടു എ വേൾഡ് കൺഫ്യൂസിങ് വയലൻസ് വിത്ത് പവർ. വയലൻസും പവറും തമ്മിൽ കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തെ സംബന്ധിച്ചിടത്തോളം, ടു എ വേൾഡ് കൺഫ്യൂസിങ് വയലൻസ് വിത്ത് പവർ.
പവറും വയലൻസും, അധികാരവും സംഘർഷവും. നിങ്ങൾ നോക്കൂ, എവിടെ അധികാരത്തിൽ കയറേണ്ടി വരികയാണെങ്കിലും അവിടെയൊക്കെ പോലീസ് വേണ്ടാത്തത് ചെയ്യും. പട്ടാളം ആ രാജ്യത്തെ ജനങ്ങൾ അടിച്ചമർത്തും. സോ ദ പവർ ആൻഡ് വയലൻസ് ഇസ് ക്ലോസ്ലി റിലേറ്റഡ്. ദേ ആർ കൺഫ്യൂസ്ഡ് കോൺസെപ്റ്റ്സ്. പവറിന് വയലൻസ് വേണം, വയലൻസ് ഉണ്ടാവണമെങ്കിൽ പവർ വേണം. അപ്പോൾ അങ്ങനെ കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം these words seems too simple to be true. These words, ഈ വാക്കുകളുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ resist to the last but without violence. ഇതാണല്ലോ അദ്ദേഹം പറഞ്ഞത്, ഗാന്ധിജി പറഞ്ഞ വാക്കാണത്. resist till the last, resist to the last but without violence. ആ വാക്കുകൾ seem too simple to be true. സത്യമാകുന്ന തോന്നാതിരിക്കാൻ മാത്രം സിമ്പിളാണ്. അതൊന്നും ഇപ്പോൾ ശരിയാവില്ല എന്നൊരു ചിന്തയാണ് സാധാരണഗതിയിൽ ലോകത്തിനുള്ളത്. യെറ്റ് എന്നാലും ട്രൂത്ത് ഈസ് ഓൾവൈസ് സിമ്പിൾ. ഈ സത്യം എല്ലായ്പ്പോഴും സിമ്പിളാണ്. ട്രൂത്ത് ഈസ് ഓൾവൈസ് സിമ്പിൾ. മെൻ ഓയിൻറ്റ് കൺഫ്യൂഷൻസ് ആൻഡ് എൻറ്റാങ്കിൾമെൻറ്റ്സ് ബിക്കോസ് ദേ ആർ അഫ്രൈഡ് ഓഫ് സിമ്പിൾ ട്രൂത്ത്. ആളുകൾ ഓയിൻറ്റ് കൺഫ്യൂഷൻസ്, അവരിങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആൻഡ് എൻറ്റാങ്കിൾമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻവോൾവഡ് ആവുക, അതിലേക്ക് ഉൾക്കൊള്ളുക. ബിക്കോസ് ദേ ആർ അഫ്രൈഡ് ഓഫ് സിമ്പിൾ ട്രൂത്ത്. കാരണം അവർ ഈ വിഷയത്തെ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവർക്കൊക്കെ സിമ്പിൾ ട്രൂത്തിനെ പേടിയാണ്. ഇത്തരം സിമ്പിളായിട്ട് ട്രൂത്ത് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ആരും ഉപദ്രവിക്കരുത്, ഇറ്റ് ഈസ് എ സിമ്പിൾ ട്രൂത്ത്. അങ്ങനെ പറയുന്ന ആളുകളെ അവർക്ക് പേടി. അഴിമതി പാടില്ല എന്ന് പറയുന്ന ആളുകളെ അവർക്ക് പേടിയാണ്. കൊല്ലരുത് എന്ന് പറയുന്ന ആളുകളെ അവർക്ക് പേടിയാണ്. അതാണ് അധികാരത്തിൻ്റെ പ്രത്യേകത. ബട്ട് ട്രൂത്ത് ഈസ് നോട്ട് ചേഞ്ച്ഡ്. പക്ഷേ സത്യം ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. സത്യത്തിന് അങ്ങനെ ഒരു പ്രത്യേകത. ട്രൂത്ത് ഈസ് അൾട്ടിമേറ്റ്. ട്രൂത്ത് കനോട്ട് ബി ചേഞ്ച്ഡ്. അല്ലേ? നമ്മുടെ പ്രപിതാക്കന്മാരായ 10 നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ട്രൂത്ത് എന്താണോ, ദ ട്രൂത്ത് സ്റ്റിൽ എക്സിസ്റ്റ്. ആ ട്രൂത്താണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ട്രൂത്ത് കനോട്ട് ബി ചേഞ്ച്ഡ്. ഇറ്റ് ഈസ് സിമ്പിൾ, സ്റ്റിൽ സിമ്പിൾ. ട്രൂത്ത് എപ്പോഴും സിമ്പിളാണ്, നോട്ട് കോംപ്ലിക്കേറ്റഡ്. ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് അല്ല ട്രൂത്ത്. ഇറ്റ്സ് സിമ്പിൾ. ഇറ്റ്സ് മോർ ഫണ്ടമെന്റൽ ദാൻ ആറ്റം ഇറ്റ്സെൽഫ്. അത് വളരെ മൗലികമായൊരു സാധനമാണ്. ദാൻ ആറ്റം ഇറ്റ്സെൽഫ്. ഒരു ആറ്റത്തേക്കാളും അപ്പുറം പവറുള്ള മൗലികമായൊരു സാധനമാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ട്രൂത്തിനെ പറ്റിയുള്ള ഒരു ചർച്ചയാണ് പേൾസ് ബക്ക്. കൺസിഡർ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ വിഷയം എന്താണ്? ഗാന്ധിജിയെ കൊന്നയാൾ കൊല്ലപ്പെടണമെന്നുള്ളതാണ്. കൺസിഡർ the young Hindu who sits in a prison today, so heavily guarded because he killed Gandhi. Is he to die or to live? If we are to take Gandhi literally, and I think he meant always to be taken literally, that man should not die by violence, even as punishment for crime. Suppose, fantastically, that he should be released. Gandhi was often in prison, and perhaps he would not want to his murderer confined. Suppose, absurdly, that the assassin went free. What would be his life? Could he escape what he has done? I think never. നോക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പുതിയൊരു ചിന്തയിലേക്കാണ് പേൾസ് ബക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. കൺസിഡർ ദ യങ് ഹിന്ദു ഹൂ സിറ്റ്സ് ഇൻ പ്രിസൺ ടുഡേ. ഇന്ന് ആ ജയിലിരിക്കുന്ന ഹിന്ദു ഉണ്ടല്ലോ, അയാളൊന്ന് ആലോചിച്ച് നോക്കും. സോ ഹെവിലി ഗാർഡഡ്. അയാളെ ഭയങ്കരമായിട്ട് എല്ലാവരും കൂടെ ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരൊക്കെ അയാളെ ഒപ്പം അങ്ങനെ ഉണ്ട്. ബിക്കോസ് ഹി കിൽഡ് ഗാന്ധി. കാരണം എന്തുകൊണ്ടാണ്? ഹി കിൽഡ് ഗാന്ധി. അയാൾ ഗാന്ധിയെ കൊന്നു എന്നുള്ളതാണ്. ഈസ് ഹി ടു ഡൈ ഓർ ടു ലൈവ്? ഈസ് ഹി ടു ഡൈ ഓർ ടു ലൈവ്? അവൻ ജീവിക്കണോ മരിക്കണോ? ഇതാണല്ലോ ചോദ്യം. ഗാന്ധിയെ കൊന്നവൻ ജീവിക്കണമോ മരിക്കണമോ? ഇഫ് യു ആർ ടു ടേക്ക് ഗാന്ധി ലിറ്ററലി, നമ്മൾ ഗാന്ധിയെ അക്ഷരം പ്രതി സ്വീകരിക്കുകയാണെങ്കിൽ, ഇഫ് യു ആർ ടു ടേക്ക് ഗാന്ധി ലിറ്ററലി, ഗാന്ധിയെ നമ്മൾ അക്ഷരം പ്രതി സ്വീകരിക്കുകയാണെങ്കിൽ, ആൻഡ് ഐ തിങ്ക് ഹി മെന്റ് ഓൾവേസ് ടു ബി ടേക്കൻ ലിറ്ററലി. ഞാൻ വിചാരിക്കുന്നത് അയാൾ എപ്പോഴും അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കണമെന്നാണ് വിചാരിച്ചിരുന്നതെന്ന്. ഗാന്ധിജിക്ക് അങ്ങനെ ഒരു തത്വമുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ പാത പിന്തുടരുന്നവർ ഗാന്ധിജിയെ പരിപൂർണമായി ഉൾക്കൊള്ളണം. അങ്ങനെയുള്ള ഗാന്ധിജിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ദാറ്റ് മാൻ ഷുഡ് നോട്ട് ഡൈ ബൈ വയലൻസ്. ആ മനുഷ്യനെ വയലൻസ് കൊണ്ട് കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദാറ്റ് മാൻ ഷുഡ് നോട്ട് ഡൈ ബൈ വയലൻസ്. വയലൻസ് ഉപയോഗിച്ച് നമ്മൾ അധികാരം ഉപയോഗിച്ച് നമ്മൾ അവനെ കൊല്ലാൻ പാടില്ല. ഈവൻ ആസ് പണിഷ്മെന്റ് ഫോർ എ ക്രൈം. ഒരു ക്രൈമിന് പോലും പണിഷ്മെന്റ് ചെയ്യരുത് എന്നുള്ളതാണ് ഗാന്ധിജിയുടെ അഭിപ്രായം. ഒരു ക്രൈമിന് പോലും പണിഷ്മെന്റ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഗാന്ധിജിയുടെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, സപ്പോസ് ഫെന്റാസ്റ്റിക്കലി ദാറ്റ് ഹി ഷുഡ് ബി റിലീസ്ഡ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഹി ഷുഡ് ബി റിലീസ്ഡ്. ഹി ഷുഡ് ബി റിലീസ്ഡ് ഫ്രം ദ ജയിൽ. അവൻ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെടണം.
ഗാന്ധി വാസ് ഓഫൺ ഇൻ പ്രിസൺ. ഗാന്ധിജി പലപ്പോഴും ജയിലിലായിരുന്നു, നമുക്കറിയാം അല്ലേ. ഗാന്ധിജി പലപ്പോഴും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ എഴുത്തുകാരി തന്നെ ഇന്ത്യയിലേക്ക് വരുമ്പോഴൊക്കെ കോയിൻസൈഡൻ്റലി ഗാന്ധിജി ജയിലിലായിരിക്കും. ഗാന്ധി വാസ് ഓഫൺ ഇൻ പ്രിസൺ ആൻഡ് പെർഹാപ്സ് ഹി വുഡ് നോട്ട് വാണ്ട് ഹിസ് മർഡർ കൺഫൈൻഡ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അവൻ്റെ മർഡർ, കൊന്ന ആളുകളുണ്ടല്ലോ, അവരും ഇതേപോലെ ജയിലിൻ്റെ ഉള്ളിൽ അങ്ങനെ കൺഫൈൻ ചെയ്യപ്പെടണം, അങ്ങനെ ചുരുങ്ങപ്പെടണമെന്ന് അവർക്കൊരിക്കലും ഗാന്ധിജിക്ക് ആഗ്രഹമുണ്ടാവില്ല. സപ്പോസ് അബ്സർഡ്ലി, ഇനി നമുക്ക് അബ്സർഡ്ലി എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമായി. അബ്സർഡ്ലി മീൻസ് വളരെ വിചിത്രമായി. അബ്സർഡ്ലി മീൻസ് വളരെ വിചിത്രമായി. ആ വാക്ക് നോട്ട് ചെയ്ത് വെച്ചോളൂ. അബ്സർഡ്ലി, വളരെ വിചിത്രമായി. ദ അസാസിൻ വെന്റ് ഫ്രീ. ആ കൊലപാതകിയെ നമ്മൾ ഫ്രീ ആക്കി വിട്ടു എന്ന് വിചാരിക്കുക. ഓ, അതിഭയങ്കരമായിട്ടുള്ള ചിന്തയാണത് അല്ലേ. ആ കൊലപാതകിയെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടു എന്ന് കരുതുക. വാട്ട് വുഡ് ബി ഹിസ് ലൈഫ്? അവൻ്റെ ജീവിതം എന്തായിരിക്കും? Could he escape what he has done? Whenever he went among his own people, none would receive him. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നു. നാഥുറാം വിനായക് ഗോഡ്സെയെ കൊല്ല ചെയ്യാതെ, ജയിലിൽ കിടത്താതെ അദ്ദേഹത്തെ നാട്ടുകാർക്കിടയിൽ വെറുതെ വിടുകയാണെങ്കിൽ എന്തുണ്ടാകും? Whenever he went among his own people, അയാളുടെ തന്നെ സ്വന്തം ജനതകളിലൂടെ നടന്നു പോകുമ്പോൾ none would receive him. ഒരാളും അയാളെ സ്വീകരിക്കില്ല. ശരിയാണ് അല്ലേ? അയാളുടെ ആളുകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാളും അയാളെ സ്വീകരിക്കില്ല. ഹി കുഡ് നോട്ട് ഹൈഡ്. അയാൾക്ക് എന്നാ ഒളിക്കാൻ പറ്റുമോ? പറ്റില്ല. ഹി കുഡ് നോട്ട് ഹൈഡ്. അയാൾക്ക് ഒളിക്കാൻ കഴിയില്ല. കാരണം ഹി വുഡ് ബി വാച്ച്ഡ് ഫോർ ആൻഡ് ഡ്രെഡ് ഇറ്റ്. കാരണം എന്തുകൊണ്ടാണ്? ഹി വുഡ് ബി വാച്ച്ഡ്. അയാൾ എപ്പോഴും നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫോർ ഡ്രെഡ് ഇറ്റ്, അയാൾ ഒരിക്കലും ഭയപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കും. നോൺ വുഡ് വാണ്ട് ടു ടച്ച് ഹിസ് ഹാൻഡ്. വളരെ അത്ഭുതകരമായ ഒരു അവസ്ഥയാണ് അയാൾക്ക് സമാഗതമാകാൻ പോകുക. നോൺ വുഡ് വാണ്ട് ടു ടച്ച് ഹിസ് ഹാൻഡ്. നോ പേഴ്സൺ വുഡ് വാണ്ട്, നോ വൺ ഓർ എനി വൺ പേഴ്സൺ വുഡ് നോട്ട് വാണ്ട് ടു ടച്ച് ഹിസ് ഹാൻഡ്. അയാളുടെ കൈകൾ തൊടാൻ അവർക്ക് സാധിക്കില്ല. ദ ഹാൻഡ് ദാറ്റ് കിൽഡ് ഗാന്ധി. എന്താ കൈയിൻ്റെ പ്രത്യേകത? ദ ഹാൻഡ് ദാറ്റ് കിൽഡ് ഗാന്ധി. ഗാന്ധിയെ കൊന്ന കൈയാണത്. വിമൺ വുഡ് ഫിയർ ഹിം. പെണ്ണുങ്ങൾക്ക് അവനെ പേടിയായിരിക്കും. ആൻഡ് ചിൽഡ്രൻ വുഡ് ബി ടോട്ട്. കുട്ടികളോട് അവർ പഠിപ്പിച്ചു കൊടുക്കും. ചിൽഡ്രൻ വുഡ് ബി ടോട്ട് ടു ഡെസ്പൈസ് ഹിം. അയാൾ ഒഴിവാക്കണം കേട്ടോ, അയാൾ ഗാന്ധിയെ കൊന്ന മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വേർ കുഡ് ഹി ഫൈൻഡ് ഹോം ആൻഡ് ഫ്രണ്ട്സ്. എവിടെയാണെങ്കിൽ സ്വന്തം അഭയവും സ്വന്തം കൂട്ടുകാരെയും കാണാൻ പറ്റുക? ഇങ്ങനെയാണെങ്കിൽ അയാൾ നടക്കുന്നിടത്തൊക്കെ അയാളെ പറ്റി ആളുകൾ പറയുന്നു അയാൾ ഗാന്ധിയെ കൊന്ന മനുഷ്യനാണ്. പിന്നെ അയാൾക്ക് എങ്ങനെയാണ് സ്വന്തം ഒരു കൂട്ടുകാരെ കണ്ടെത്താൻ പറ്റുക? ദർ വുഡ് ബി നോ പ്ലേസ് ഫോർ ഹിം അപ്പോൺ എർത്ത്. ഈ ഭൂമിയിൽ അയാൾക്ക് ഒരു സ്ഥലമേ ഉണ്ടാവില്ല. There would be no place for him upon earth. He would be outcast. അയാൾ ഔട്ട്കാസ്റ്റ് ആയിട്ട് പോകും. He would be haunted by Gandhi's own spirit. അയാൾ എപ്പോഴും ഗാന്ധിയുടെ തന്നെ ആത്മാവ് ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും, വേട്ടയാടിക്കൊണ്ടിരിക്കും. A spirit of Gandhi. ഗാന്ധിജിയുടെ ആത്മാവ് in other മറ്റുള്ള മനുഷ്യരിൽ working for his freedom and his safety would be his destruction or his regeneration. വർക്കിംഗ് ഫോർ ഹിസ് ഫ്രീഡം. അവിടെ ഫ്രീഡത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹിസ് സേഫ്റ്റി, അതൊക്കെ വുഡ് ബി ഹിസ് ഡിസ്ട്രക്ഷൻ ഓർ ഹിസ് റീജനറേഷൻ. അതൊക്കെ അദ്ദേഹത്തിന് നാശമായിട്ട് മാറും. അല്ലെങ്കിൽ അയാൾക്ക് പുതിയൊരു തലമുറ, ഒരു പുതിയൊരു ജന്മം ഉണ്ടാകും. രണ്ടാലൊന്നും സംഭവിക്കും. അപ്പോൾ ഗാന്ധിജിയെ കൊന്ന മനുഷ്യൻ അർത്ഥത്തിൽ അയാൾ ഒന്നുമല്ലാതെയായിട്ട് മാറണം. ഫോർ ദിസ് മാൻ ഹാസ് എ കോൺഷ്യൻസ്. ഈ മനുഷ്യന് ഒരു മനസാക്ഷി ഉണ്ടായിരുന്നുവെങ്കിൽ, ഓർ ഹി വുഡ് നോട്ട് ഹാവ് കിൽഡ് ഗാന്ധി. അയാൾ അല്ലെങ്കിൽ ഗാന്ധിജിയെ കൊന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് അയാൾ ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തും. The utter goodness of Gandhi's spirit working upon the human conscience drives men to destroy themselves from despair or to be born again. The utter goodness of Gandhi's spirit. ഗാന്ധിജിയുടെ ആത്മാവിൻ്റെ ഏറ്റവും നല്ല നന്മ എന്താണെന്ന് ചോദിച്ചാൽ, ഗാന്ധിജിയുടെ ആത്മാവിൻ്റെ ഏറ്റവും നല്ല നന്മ വർക്കിംഗ് അപ്പോൺ ദ ഹ്യൂമൻ കോൺഷ്യൻസ്. ഈ ആത്മാവ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യ മനസാക്ഷിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ മനസാക്ഷിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗാന്ധിജിയുടെ ആത്മാവിൻ്റെ ഏറ്റവും നല്ല കാര്യം ഡ്രൈവ്സ് മെൻ ടു ഡിസ്ട്രോയ് ദംസെൽവ്സ് ഫ്രം ഡെസ്പയർ. ആളുകളെ തന്നെ ഡ്രൈവ്സ് മെൻ, ആളുകളത് കൊണ്ടും നയിക്കുന്നു എന്നുള്ളതാണ്. ടു ഡിസ്ട്രോയ് ദംസെൽവ്സ്, സ്വയം നശിക്കാൻ. അവർ സ്വയം ഉരുകിയില്ലാണ്ടാകും. നമ്മൾ ഇയാളെ ജയിലിൽ കൊണ്ടുപോയിരുത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അയാൾ സ്വയം ഉരുകിയില്ലാണ്ടാകും. ഓർ അല്ലെങ്കിൽ ടു ബി ബോൺ അഗെയിൻ, അല്ലെങ്കിൽ വീണ്ടും ജനിക്കണം. രണ്ടാലൊന്നാണ്. ഒന്നെങ്കിൽ അയാൾ സ്വയം ഉരുകി ഇല്ലാണ്ടാകണം, അല്ലെങ്കിൽ അയാൾ ജനിക്കണം. ഇതാണ് ഗാന്ധിജിയുടെ സ്പിരിറ്റിൻ്റെ ഏറ്റവും വലിയ ഗുഡ്നസ്. ഇതുണ്ടാകണം എന്നുണ്ടെങ്കിൽ അയാളെ നാട്ടിലേക്ക് വിടണം, പുറത്തേക്ക് പറഞ്ഞേക്കണം. ആളുകൾ ഇങ്ങനെ
The world longs for goodness. The people search for righteousness. There is no weapon, no bomb so powerful as the force of a great good spirit. India will live and become great in our world. Only as for people use this priceless force, the force of non-violence, which his life of Gandhi exemplified for them. In that personal example was Gandhi's secret. He did not what he told others to do. The world longs for goodness. ലോകം ആഗ്രഹിക്കുന്നത് നന്മയാണ്. The world longs for എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത്. The world longs for goodness. ലോകം ആഗ്രഹിക്കുന്നത് നന്മയാണ്. The people search for righteousness. ആളുകൾ ആവശ്യപ്പെടുന്നത് ശരിയായ രീതികളാണ്. Righteousness, goodness ആണ്, നന്മയാണ്. There is no weapon. ഒരു ആയുധവുമില്ല. No bomb so powerful. No bomb. ഒരു ബോംബുമില്ല, ഒരു ആയുധവുമില്ല. So powerful as the force of a great good spirit. ഒരു നല്ല വലിയൊരു നന്മയുടെ ശക്തിയോളം, ഒരു ആത്മാവിൻ്റെ ശക്തിയോളം പവർഫുൾ ആയിട്ടുള്ള ഒരു ബോംബ് ലോകത്തില്ല. നമുക്ക് ആ ഒരു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യ will live. ഇന്ത്യ ജീവിക്കുമെന്നും ആൻഡ് ബിക്കം ഗ്രേറ്റ് ഇൻ അവർ വേൾഡ്. ഇന്ത്യ ജീവിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ ലോകത്തിൽ ഏറ്റവും വലിയ സാധനമായിട്ട് മാറും. ഓൺലി ആസ്ക് ഹർ പീപ്പിൾ യൂസ് ദിസ് പ്രൈസ്ലെസ് ഫോഴ്സ്. എപ്പോഴാണ്? ഓൺലി ആസ്ക് ഹർ പീപ്പിൾ, അവളുടെ ജനത യൂസ് ദിസ് പ്രൈസ്ലെസ് ഫോഴ്സ്. ഈ വിലമതിക്കാനാവാത്ത ഈ ശക്തി ഉപയോഗിക്കുമ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാകും. ദ ഫോഴ്സ് ഓഫ് നോൺ വയലൻസ്. ഇതിൻ്റെ ശക്തിയാണത്. ദ ഫോഴ്സ് ഓഫ് നോൺ വയലൻസ്, നോൺ വയലൻസിൻ്റെ ശക്തിയാണത്. which the life of Gandhi exemplified for them. ആ ഒരു നോൺ വയലൻസ് ആണ് ഗാന്ധിജിയുടെ ജീവിതം നമ്മുടെ മുന്നിൽ വരച്ച് കാണിച്ചു തന്നത്. exemplified for them. In that personal example was Gandhi's secret. ആ പേഴ്സണൽ എക്സാമ്പിൾ, ഇൻ ദാറ്റ് പേഴ്സണൽ എക്സാമ്പിൾ, അതിലാണ് ഗാന്ധിജിയുടെ സീക്രറ്റ് മുഴുവൻ കിടക്കുന്നത്. ഗാന്ധിജി നമുക്ക് വ്യക്തമായിട്ട് വരച്ച് കാണിച്ചു തരികയായിരുന്നു എങ്ങനെ ജീവിക്കണം. He did what he told others to do. He did. അയാൾ ചെയ്തു what he told others to do. ബാക്കിയുള്ളവർ ചെയ്യണമെന്ന് അയാൾ പറഞ്ഞ കാര്യം അയാൾ സ്വയം ചെയ്തു. That's his importance. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. When the people saw that this was true, ജനങ്ങൾ ഇത് ശരിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ they believed in him. ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചു. ഗാന്ധി ഹാസ് ഡൺ ഹിസ് പാർട്ട്. ഗാന്ധിജി തൻ്റെ ഭാഗം ചെയ്തിട്ടുണ്ട്. ഗാന്ധി ഹാസ് ഡൺ ഹിസ് പാർട്ട്. ഗാന്ധിജി തൻ്റെ ഭാഗം ചെയ്തിട്ടുണ്ട്. It now remains for the people of India to take upon themselves his world leadership for non-violence. It now remains for the people. ഇപ്പോൾ അത് for the people of India. ഇന്ത്യക്കാരായ ജനങ്ങളുടെ മേലാണ് ഇത് ബാക്കിയുള്ളത്. To take upon themselves his world leadership for non-violence. നോൺ വയലൻസിൻ്റെ പേരിലുള്ള ആ വേൾഡ് ലീഡർഷിപ്പ്, ലോകത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ട ചുമതല ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്കാണ്. ഗാന്ധിജിൻ്റെ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. The last paragraph ഒക്കെ. Indeed, it is the only way in which India can fulfill the promise of her greatness. Indeed, തീർച്ചയായും it is the only way, ഒരേ ഒരു വഴിയേ ഉള്ളൂ, in which India can fulfill the promise of her greatness. ഇന്ത്യക്ക് അതിൻ്റെ ആ ഗ്രേറ്റ്നെസ്സിൻ്റെ പ്രോമിസ് ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. അതെന്താ? നോൺ വയലൻസ്. ഓഫ് വയലൻസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ദ വേൾഡ് സിക്ക്. ലോകം മുഴുവനും സിക്കാണ്, ലോകം മുഴുവനും അസുഖമാണ് ഓഫ് വയലൻസ്, ഈ വയലൻസ് കാരണം. ബൈ ഹേറ്റഡ് ആൻഡ് ക്വാറൽസ്, വെറുപ്പും വിദ്വേഷവും വഴക്കുമൊക്കെ കാരണം വി ആർ സോ ഫീറ്റഡ് ആൻഡ് പോയിസൺ, നമുക്കൊക്കെ വിഷം കയറിയിരിക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെറുപ്പ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്ക്, അത് കാരണം നമ്മളൊക്കെ പോയിസൺ ചെയ്യപ്പെട്ടിരിക്കുന്നു. ദ ഹാർട്ട്സ് ഓഫ് ദ പീപ്പിൾ ടേൺ അവേ ഫ്രം ദ നോയ്സ് ഓഫ് മിലിറ്ററീസ് ആൻഡ് വമോങ്ങസ്. ജനങ്ങളുടെ ഹൃദയങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മിലിറ്ററികളുടെ ശബ്ദങ്ങളിൽ നിന്നും ഈ പട്ടാളക്കാരുടെ ശബ്ദങ്ങളിൽ നിന്നൊക്കെ വളരെ ടേൺ അവേ ചെയ്യാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. വി ലോങ് ഫോർ ദ പീസ് മേക്കേഴ്സ്. നമുക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ പീസ് മേക്കർമാരാണ്. വാട്ട് ഈസ് പീസ് മേക്കർ? സമാധാനമുണ്ടാക്കുന്നവർ, അവരാണ് നമുക്ക് വേണ്ടത്. നോ വാർ ബ്രിങ്സ് പീസ്. ഒരു യുദ്ധവും സമാധാനം കൊണ്ടുവരില്ല. നോ വാർ ബ്രിങ്സ് പീസ്. കാരണം വയലൻസ് ഓൺലി ബ്രിങ്സ് മോർ വയലൻസ്. അക്രമം കൂടുതൽ അക്രമത്തെയാണ് കൊണ്ടുവരുന്നത്. സമാധാനം കൊണ്ടുവരുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു യുദ്ധവും ഇവിടെ സമാധാനം കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക പോയി യുദ്ധം നടത്തി, അതൊക്കെ നമുക്കറിയാം. ഒരു യുദ്ധവും ഇവിടെ സമാധാനം കൊണ്ടുവന്നിട്ടില്ല. ഓ ഇന്ത്യ, ഡയർ ബി വർത്തി ഓഫ് യുവർ ഗാന്ധി. ഇന്ത്യ, നീ ഗാന്ധിജിയുടെ ഏറ്റവും മൂല്യമുള്ള ഒരാളായി മാറാൻ ധൈര്യം കാണിക്കൂ. സത്യത്തിന് മുറുകെ പിടിക്കാൻ നീ ധൈര്യം കാണിക്കൂ. നിനക്ക് ലോകത്തെ അതിജയിക്കാൻ. ഓക്കെ, നമ്മൾ ഗാന്ധിജിയുടെ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.
ഈ പാഠത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്കിതിൽ പരീക്ഷയ്ക്കെല്ലാം ചോദിക്കുക. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എസ് ആണ് വരുന്നത്. ഓക്കെ, റൈറ്റ്. ഓക്കെ, അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.